ദൈവത്തിൻ്റെ ത്രിയേക നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ വായനഭാഗം 1 ദിനവൃത്താന്തം 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം 1 ദിനവൃത്താന്തം 5-ാം അധ്യായം 20-ാം വാക്യം. അവരുടെ നേരെ അവർക്ക് സഹായം ലഭിക്കയാൽ ഹഗ്രിയരും കൂടെയുള്ള എല്ലാവരും അവരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ യുദ്ധത്തിൽ ദൈവത്തോട് നിലവിളിച്ച് അവനിൽ ആശ്രയം വച്ചതുകൊണ്ട് അവൻ അവരുടെ പ്രാർത്ഥന കേട്ടരുളി. ഈ അധ്യായങ്ങളും വംശാവലികളാൽ നിറഞ്ഞതാണെങ്കിലും വിശ്വാസ ജീവിതത്തിന് ആഴമേറിയ ഉൾക്കാഴ്ചകൾ നൽകുന്ന സംഭവങ്ങളും ഇതിലടങ്ങിയിരിക്കുന്നു. വംശാവലിയിലെ അനന്തമായ ദൈവകൃപ നമുക്കിവിടെ ദർശിക്കാം. വെറും പേരുകളായി നമുക്ക് തോന്നാമെങ്കിലും ഓരോ പേരിന് പിന്നിലും ഓരോ ജീവിതമുണ്ട്, ഒരു ദൈവവിളിയുണ്ട്. ഇന്നത്തെ വായന ഭാഗത്തു നിന്നും ചില ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, വേദനകൾ അനുഗ്രഹമാക്കി മാറ്റുന്ന ദൈവം. 4-ാം അധ്യായം വായിക്കുമ്പോൾ പേരുകൾക്കിടയിൽ ഒരു ബ്രേക്ക് എടുക്കുന്നതായി നാം കാണുന്നു. അവിടെ ചില വാക്യങ്ങളിൽ യബ്ബേസ് എന്ന ഒരു വ്യക്തിയുടെ ജീവിതം രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ പേരിൻ്റെ അർത്ഥം വേദന എന്നാണ്. കാരണം അവൻ്റെ ജനന സമയത്ത് അവൻ്റെ മാതാവ് വളരെ വ്യസനിക്കുന്നതായി നാം കാണുന്നു. എന്നാൽ യബ്ബേസ് വളർന്നു വരുമ്പോൾ തൻ്റെ സാഹചര്യങ്ങളെ ഓർത്ത് ഒരിക്കലും അവിടെ പരാതിപ്പെടുന്നില്ല. പകരം, ദൈവമേ, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണമേ എന്ന് അദ്ദേഹം അവിടെ പ്രാർത്ഥിക്കുന്നു. വളരെ മനോഹരവും അർത്ഥവത്തുമായതായ ആ ചെറിയ പ്രാർത്ഥന 1 ദിനവൃത്താന്തം 4-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. യബ്ബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. നമ്മുടെയും പ്രാർത്ഥനകൾ ഇത്തരത്തിലായിരിക്കണം. കഴിഞ്ഞുപോയ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും നമ്മുടെ ഭാവി അനുഗ്രഹമാക്കുവാൻ ദൈവത്തിന് സാധിക്കും. ദൈവത്തിന് മാത്രമേ അത് കഴിയുകയുള്ളൂ. ഇവിടെ യബ്ബേസ് എന്താണോ അപേക്ഷിച്ചത് അത് ദൈവം അവന് നൽകി എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെയെങ്കിൽ വേദനകൾ അനുഗ്രഹമാക്കി മാറ്റുന്ന ഒരു ദൈവത്തെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമതായിട്ട്, ദൈവാശ്രയം വിജയമാക്കി മാറ്റുന്ന ദൈവം. 5-ാം അധ്യായത്തിൽ രൂബേൻ, ഗാദ്, മനശ്ശെ ഗോത്രക്കാർ ഹഗ്രിയരോട് യുദ്ധം ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഹഗ്രിയരോട് തോൽക്കുവാൻ തുടങ്ങിയ ജനത ദൈവത്തിൽ ആശ്രയം വയ്ക്കുകയും നിലവിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായി ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കുകയും അവരുടെ പരാജയത്തെ വിജയമാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇവിടെ വിജയിച്ച ഈ ജനത തുടർന്ന് ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചു എന്ന് നമ്മൾ കാണുന്നു. മാത്രവുമല്ല, അവർ വിഗ്രഹാരാധനയിലേക്ക് തിരികുകയും ചെയ്തു. ആ സമയത്ത് ദൈവം അവരെ പ്രവാസികളാക്കി തീർക്കുന്നു. പ്രിയമുള്ളവരെ, അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അനുഗ്രഹങ്ങൾ നൽകിയ ദൈവത്തെ നാം മറന്നു പോകുവാനായിട്ട് പാടില്ല. അങ്ങനെയെങ്കിൽ ഈ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് ജീവിക്കുവാൻ ദൈവം നമ്മെ ഏവരെയും ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഞങ്ങളുടെ വേദനകളെയും പരാജയങ്ങളെയും അനുഗ്രഹമാക്കി മാറ്റുന്ന ദൈവം അങ്ങാകുന്നുവല്ലോ. അങ്ങയിൽ ഞങ്ങളേവരും ആശ്രയം കണ്ടെത്തുവാനും തിരുനാമ മഹത്വത്തിനായി ജീവിപ്പാനും ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ. ആമേൻ.